ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെറിയൊരു പർച്ചേസിങ്ങിൻ്റെതാണ് കേട്ടോ. എനിക്ക് വേണ്ടി വീട്ടിലിടാനായിട്ട് 2-3 ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് രാമചന്ദ്രനിൽ പോയതാണ്. ഇവിടുത്തെ രാമചന്ദ്രനല്ല, അട്ടക്കുളങ്ങര രാമചന്ദ്രനിലാണ് കേട്ടോ പോയത്. ഇവിടെ തിരുമല അടുത്തുണ്ട്, പക്ഷേ അവിടെ നമ്മളങ്ങനെ പോയിട്ടില്ല. ഡ്രസ്സ് വീട്ടിലിടണം നോക്കാനായിട്ട് കൂടുതൽ അവിടെയാണ് പോണത്. അവിടെ അത്യാവശ്യ കളക്ഷനുണ്ട്, ഒരുപാട് ചാകര കടപ്പുറത്ത് അതുപോലെ വലിച്ചു വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സെലക്ട് ചെയ്യാം. ആയിഷ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കറക്കി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോണത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ സെയിം ഷർട്ട് ചേട്ടനും ഉണ്ട് കേട്ടോ, പക്ഷേ ആയിഷിനത് കിട്ടിയില്ല. അതിന് പകരം ആയിഷിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ഡ്രസ്സാണ് എടുത്തത്. ചൈനീസ് കോളർ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് XL ആണ് സൈസ്. സംഭവം കിടിലാണ്. കുറച്ചും കൂടി ഇറക്കം വേണമെന്ന് എനിക്ക് തോന്നി, പക്ഷേ ഇതൊന്ന് കയറി നിൽക്കണം. എൻ്റെ സിബ്ബൊക്കെ കാണാം സംഭവം. ഈ പാൻറ്റേ ഒത്തിരി ഒരിതാണ്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. ഒരു ഈവനിങ് ടൈം, ഒരു 4-5 മണിയൊക്കെ ആവും ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും. സന്ധ്യയായി, പക്ഷെ തിരിച്ചു വന്നപ്പോൾ 7:30-8 മണി അടുപ്പിച്ചായിരുന്നേ. കണ്ട നല്ല വെട്ടായിരുന്നപ്പോൾ പോയതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം അവിടെ എത്തി. ഏകദേശം അല്ല, അവിടെ എത്തി. രാമചന്ദ്രൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് സൈഡിലാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഓടി ക്രോസ് ചെയ്തു. ഇത് ലിഫ്റ്റിൽ പോകാനായിട്ട് നിൽക്കണതാണ് കേട്ടോ. 3ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ ഉദ്ദേശിച്ച് പോണ ഐറ്റം ഉള്ളത്. അവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാനും പറ്റി. അവർ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കും. ബീഡ്സൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ആര്യ വർക്കുണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് വേണേൽ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇതുപോലെ ഹാങ് ചെയ്തിരിക്കും. ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. സംഭവം അത്യാവശ്യം റേറ്റും കുറവാണ്. തുണി മെറ്റീരിയലും എല്ലാം കൊള്ളാം കേട്ടോ. നമ്മൾ കൂടുതൽ ഇവിടെ നിന്നാണ് എടുക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫാൻസി ഷോപ്പുണ്ട് കേട്ടോ. അവിടെയും കയറി ഫുള്ളാവുന്ന അരിച്ച് പറക്കി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. ഇത് ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പൊട്ടിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഈശ്വര ഓടി മരിക്കും നമ്മൾ. പൊട്ട്, കമ്മൽ എല്ലാം. ഇത് ലെൻസാണ് കേട്ടോ. ലെൻസ് ഇപ്പോൾ എനിക്ക് പ്രാന്താണ്. എടുത്തില്ല, ജസ്റ്റ് കളറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചാനലിൽ പറക്കി കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. ഈ ഒരു സംഭവം ഞാൻ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. സംഭവം ഹൈലൈറ്ററാണ് കേട്ടോ. പിന്നെ ഇത് കോസ്മെറ്റിക്സ് ഏരിയയാണ് ഫുള്ള്. അവിടെ ഇത് ബില്ലടിക്കാൻ നിൽക്കണ ക്യൂ ആണ് കേട്ടോ. എടുത്തോണ്ട് നിന്നപ്പോൾ ഇത്ര ക്യൂ ഒന്നും ഇല്ലായിരുന്നു. സാധനം എടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞത് അതൊക്കെ വഴി എവിടെ നിന്നൊക്കെ പൊത്തിട്ടുകൊണ്ട് കുറേ ആൾക്കാർ. പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. ആയിഷ് പിന്നെയും കളിക്കുന്നത് ഈ ഒരു കളിപ്പോട്ടം വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊരു നരോറ്റേ, എന്തരാണ് ഈ കൊച്ചു ചെറുക്കൻ്റെ പേര്. അതാണ് തൂക്കിയെടുത്തിരിക്കുന്നത്. വീട്ടിൽ വന്ന് നരോറ്റേന് 5-6 കഷ്ണങ്ങളൊക്കെ ആക്കി. ഇപ്പം ഇത് ബില്ല് ചെയ്ത് നമ്മൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് തിരിച്ചും ലിഫ്റ്റിലാണ്. എനിക്കിപ്പോൾ നടക്കാനൊന്നും വയ്യ. എല്ലാം ഫുള്ള് എളുപ്പമാണ് നോക്കണം. ലിഫ്റ്റ് ഉണ്ടല്ലോ 5-6 അവിടെയൊക്കെ ഉണ്ട്. അതിലെങ്കിലും കയറി നേരെ താഴെ എത്തിയ. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ശിശുദിനത്തിൻ്റെ അന്നാണേ പോയത്. ഇവിടെ എപ്പോൾ നോക്കിയാലും തിരക്കൊഴിഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് വണ്ടിയുടെ അടുത്തോട്ട് പോയി കേട്ടോ. എനിക്ക് ഹൈലൈറ്റർ പ്രതീക്ഷിക്കാതെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് ചേട്ടൻ്റെ വായിന്ന് ഞാൻ കേൾക്കും. അതാണ് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വന്ന ഉടനെ അടുത്ത വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. വേറെ പിന്നെ നമ്മൾ പത്മനാഭ സ്വാമിക്ഷേത്രം വഴിയാണ് കേട്ടോ തിരിച്ച് വന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പാനിപ്പൂരിയും പൊരിയും കപ്പലണ്ടിയൊക്കെ കിട്ടണ കടകളുണ്ട്. അവിടെയാണ് ഇപ്പം നിൽക്കണത്. അവിടെ നിന്ന് ഒരു പാനിപ്പൂരി വാങ്ങിച്ചു. നല്ല കിടിലും ടേസ്റ്റായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇടയ്ക്ക് നമ്മൾ അതൊരു പാസ് ചെയ്ത് പോകുമ്പോൾ വാങ്ങിക്കുക. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അവർക്ക് രണ്ടർക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫുള്ളാ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടി കയറി യാത്ര തുടരുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ ടെമ്പിള്. ഒരുപാട് തവണ ഞാൻ അതുവഴിയൊക്കെ പോകുമ്പോൾ കറങ്ങി തിരിഞ്ഞൊക്കെ അവിടെ എത്തി. ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ഒരിടത്ത് ഇറങ്ങാൻ നിന്നില്ല. നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വെച്ച് പിടിച്ചത് കേട്ടോ. പത്മനാഭ സ്വാമി ക്ഷേത്രം വഴി അവിടെ വേറെ ഒരു കോവിലുണ്ട് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത്. ഗണപതി കോവിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ജോസ്കോ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ജയലക്ഷ്മി. അതെല്ലാം കഴിഞ്ഞ് പോത്തീസിൻ്റെ നടവഴിയാണ് കേട്ടോ വന്നത്. പോത്തീസിലാണെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം തുടങ്ങി കേട്ടോ. ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫോട്ടോയൊക്കെ ഫ്രണ്ടിൽ വെച്ചിരിക്കണേ.
അവിടെ അതിൻ്റെ വായ്ക്കകത്ത് കൂടെയാണ് കയറി അകത്തോട്ട് പോണത്. ഞാൻ വായും തുറന്നിരുന്ന് വീഡിയോ എടുക്കാതെ ഇഞ്ച് പോന്നു, അല്ലെങ്കിൽ അത് കാണിച്ചു തരായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഐസ്ക്രീം കുടിക്കാനായിട്ട് വെള്ളയമ്പലത്തെത്തി കേട്ടോ, പറന്നെത്തി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഈ ഷോപ്പിൻ്റെ പേര് ഓയാസിസ് എന്നാണ്. നമ്മൾ ഓൾറെഡി ഇത് പോയി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കേട്ടോ. വെള്ളയമ്പലത്താണ്. എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസും എല്ലാ പുട്ട് ഐസ്ക്രീം അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആയിഷ് എപ്പോഴും ചോക്ലേറ്റിൻ്റെ ഒരു സ്കൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്യണം. അധികം വാങ്ങിച്ചു കൊടുക്കില്ലേ, ആൾക്ക് പണി കിട്ടും. ആൾക്കല്ലേ എനിക്കും കിട്ടും. അതുകൊണ്ട് ഞാൻ അധികം തിന്നില്ല. ഈ മല പൊളിച്ചടുക്കാനായിട്ട് ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടു. എന്നിട്ട് അവസാനം ഇത്തുപ്പുരം തിന്നിട്ട് ഞാനും ചേട്ടനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇത് 2 വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് ഫെലൂഡയാണ് കേട്ടോ, റോയൽ ഫെലൂഡയാണ് ഓർഡർ ചെയ്തത്. ഇത്രയും സത്യം പറഞ്ഞാൽ ഒരാൾ തിന്നൂല, ഞാൻ തിന്നൂല. ഞാൻ പകുതിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ചേട്ടനാണ് കേട്ടോ കഴിക്കണത്. എങ്ങനെ കളയണം? 10, 250, 300 രൂപയ്ക്കകത്തുള്ള സാധനമാണ്. പിന്നെ കൊതി കൊണ്ട് പോയി കഴിക്കണം എന്നാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയായിരുന്നു സംഭവം. ഐസ്ക്രീം ഇങ്ങനെ പെട്ടെന്ന് അലിഞ്ഞ് പോകണില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഞാൻ തന്നെ കുറേച്ചിട്ട് എടുത്ത് തിന്നു. വലിച്ചു പിടിച്ച ഗ്ലാസ് ഒന്ന് വീണ് അവിടെ അത്രയും ചളാവും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റണതെല്ലാം ഞാൻ കഴിച്ച്. ഞാൻ ഫസ്റ്റ്, സെക്കൻഡ് ആയിഷ്, തേർഡ് ചേട്ടൻ. എല്ലാവരും കഴിക്കാത്ത ലാസ്റ്റ് കളയാതിരുന്ന് കഴിക്കണമല്ലോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോണത്. വേറെ ഒരിടത്തും ചവിട്ടിയില്ല, നേരെ ഫുഡൊക്കെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബായ്.